ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മറ്റൊരു കിഡിലൻ ഹോം ടൂർ വീഡിയോ ആയിട്ട് തന്നെയാണ്. നല്ലൊരു കൊളോണിയൽ സ്റ്റൈൽ വീടാണിത്. നിങ്ങൾക്ക് തമ്മിലും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ അല്ലേ? മാഷാ അല്ലാ, ഇതിൻ്റെ ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ ലുക്ക് ഒന്നും പറയാനില്ല, അടിപൊളിയാണ് കേട്ടോ. ഇത് പുറത്തുനിന്ന് കാണുന്ന ഒരു വ്യൂ ആണ്. ഇതാണ് വീടിൻ്റെ മതിൽ എന്ന് പറയുന്നത്. അപ്പോൾ നല്ല റോഡ് സൈഡായിട്ട് തന്നെയാണ് ഈ ഒരു വീട് വരുന്നത്. കണ്ണൂർ ജില്ലയിലുള്ള തെരൂർ പാലയോട് റിഫായി നസീബ ദമ്പതികളുടെ വീടാണിത്. 17 സെൻറ്റ് പ്ലോട്ടിൽ 6000 സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു വീട് നിർമ്മിച്ചിട്ടുള്ളത്. ഇത് ചെറിയൊരു വിക്കറ്റ് ഗേറ്റ് ആണ്. ഹസർ എന്നാണ് ഈ ഒരു വീടിന് പേര് നൽകിയിട്ടുള്ളത്. അതുപോലെ ഇതാണ് മെയിൻ ഗേറ്റ്, റിമോട്ട് കൺട്രോളിലുള്ള ഗേറ്റാണ്. ഗേറ്റിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് കോട്ടൺ സ്റ്റീലാണ്. അതിൽ കെമിക്കൽ അപ്ലൈ ചെയ്തിട്ടാണ് ഈ ഒരു കളറാക്കി എടുത്തിട്ടുള്ളത്. അതുപോലെ MS സ്റ്റീലാണ് അതിൻ്റെ ചുറ്റും യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് നല്ല വിശാലമായിട്ടുള്ള മുറ്റം കാണാം. കണ്ടില്ലേ? എന്താ പറയുക, ഗേറ്റ് തുറന്ന് കയറുമ്പോൾ തന്നെ ഒരു വേറൊരു ഫീലാണ്. ഇവിടെ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിട്ട് നല്ല ചെടികളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലുപ്പത്തോടു കൂടിയുള്ള മുറ്റാണ്. അതുപോലെ വീട്ടിൻ്റെ സിറ്റ് ഔട്ടിൽ ഇരുന്നാൽ കിട്ടുന്ന ആ ഒരു വ്യൂ ഉണ്ടല്ലോ, മാഷാ അല്ലാ, അതും അടിപൊളിയാണ് കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ട് സെപ്പറേറ്റ് ആയിട്ടാണ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കാർ പോർച്ച് കൊടുത്തിട്ടുള്ളത്. അതും നല്ലൊരു ഹൈലൈറ്റ് ആയിട്ട് തോന്നി. ഇവിടെ മുറ്റത്ത് വിരിച്ചേക്കുന്നത് കയറുന്ന ഭാഗത്തായിട്ട് ബാംഗ്ലൂർ ബ്ലാക്ക് കോബറി സ്റ്റോണും അതുപോലെ അതിൻ്റെ സൈഡിൽ കൊടുത്തേക്കുന്നത് കൊയ്റ വൈറ്റ് സ്റ്റോണും ആണ്. പിന്നെ രണ്ടും ആയിട്ടാണ് ഈ ഒരു മുറ്റത്ത് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയർ ലുക്ക് എന്ന് പറയുമ്പോൾ മാഷാ അല്ലാ അടിപൊളിയാണല്ലേ. എന്നാൽ അതിന് ഒന്നുകൂടി ഭംഗി കൂട്ടിയത് ഇവിടുത്തെ ആ ഒരു പെയിൻറ്റിൻ്റെ കളറാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു കളറ്. നല്ല ഫിനിഷിങ്ങിലുള്ള ഒരു പെയിൻറ്റിങ്ങും ഭയങ്കര രസമായിട്ടുണ്ട് അതിന്. അതുപോലെ നമ്മളിപ്പോൾ സിറ്റ് ഔട്ടിലേക്ക് കയറുന്ന ഭാഗത്ത് ഇവിടെ കുറച്ച് വീതിയിൽ ഒരു വരാന്ത കൊടുത്തിട്ടുണ്ട്. പിന്നെ ലോങ് സൈസിലുള്ള 2 സ്റ്റെപ്പാണ്. അവിടെ എന്താ പറയുക, വേറൊരു കളറിലുള്ള ഇറ്റാലിയൻ മാർബിളാണ് നൽകിയിട്ടുള്ളത്. പിന്നെ ഇത് സിറ്റ് ഔട്ട്, നല്ല നീളത്തിലുള്ള ഒരു സിറ്റ് ഔട്ടാണ്. ആ ഒരു സിറ്റ് ഔട്ടിൻ്റെ 2 സൈഡിലായിട്ടും നല്ല ലോങ് സൈസിലുള്ള വരാന്ത കൊടുത്തിട്ടുണ്ട്. കണ്ടോ? ആ വരാന്തൻ്റെ സൈഡിലായിട്ട് തന്നെ നല്ല ചെടികളും കാര്യങ്ങളൊക്കെ പിടിപ്പിച്ചിട്ട് ഭയങ്കര രസമായിട്ടുണ്ടേനു. ഇതാ ഈ ഒരു ഭാഗത്തേക്ക് കൂടി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡ് ഭാഗത്തായിട്ടാണ് ഇവിടെ ഷൂ റാക്ക് നൽകിയിട്ടുള്ളത്. സിറ്റ് ഔട്ടിൽ നല്ല ഭംഗിയുള്ള 2 ചെയർ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഇതാണ് മെയിൻ ഡോർ എന്ന് പറയുന്നത്. മെയിൻ ഡോർ സിംഗിൾ ഡോറാണ്. അതിൻ്റെ സെൻട്രലായിട്ട് ബ്രാസ് കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഇവിടെ ഇതാ 2 പാളി ജനലും കൂടിയും കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് കയറി നോക്കാം. മെയിൻ ഡോർ തുറന്നകത്തേക്ക് കയറുമ്പോൾ തന്നെ ഇതാ ലെഫ്റ്റ് സൈഡിലായിട്ട് ചെറിയൊരു കോർട്ട്യാർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നാച്ചുറൽ പ്ലാന്റ്സും നാച്ചുറൽ സ്റ്റോണൊക്കെ ഇട്ടിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട്. അതുപോലെ റൈറ്റ് സൈഡിലായിട്ട് ഈ കാണുന്നത് ലിവിങ് ഹാളാണ്. അവിടത്തേക്കുള്ള ഒരു ഡോറാണിത്. ഗ്ലാസിൻ്റെ ഡോറാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് തന്നെ ആ ഒരു വ്യൂ കാണാൻ പറ്റും. ചില ആൾക്കാർ ഡോറ് തീരെ കൊടുക്കലില്ല, ഓപ്പൺ ആയിട്ട് ഇങ്ങനെ ഇടുകയാണ്. പക്ഷേ ആ ഒരു ഗ്ലാസിൻ്റെ ഡോറ് കൊടുത്തുകൊണ്ട് വേറെ തന്നെ ഒരു ഭംഗി ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ നല്ല വിശാലമായിട്ടുള്ളൊരു ഹാളാണ്. അത്യാവശ്യം കുറേ ആൾക്കാർക്ക് ഇരിക്കാനുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വെറൈറ്റി ലുക്ക് തോന്നിക്കുന്ന ഒരു സോഫ തന്നെയാണല്ലേ ഇത്. നല്ല ഒരു കളറും. അപ്പോൾ സോഫയൊക്കെ ഇമ്പോർട്ടഡ് ആയിട്ടാണ്. അതുപോലെ ഈ ഒരു ഫ്ലവർ പോട്ട് ഇതൊക്കെ കണ്ടോ.
പിന്നെ നമ്മളെ TV യൂണിറ്റിൻ്റെ അടുത്തുള്ള ആ ഒരു ഷെൽഫും ടീപ്പോയും അതൊക്കെ ഇവർ കാർപ്പൻറ്റർ കൊണ്ട് പറഞ്ഞിട്ട് ചെയ്യിപ്പിച്ചതാണ്. ഇവിടുത്തെ ഫ്ലോറിങ്ങിന് ഇറ്റാലിയൻ മാർബിളാണ്, അതിന് ബ്രാസ് കട്ട് ചെയ്ത് വെച്ച് കൊടുത്തതാണ്. അതുപോലെ ഡബിൾ ഹൈറ്റിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. സെൻട്രലായിട്ട് നല്ല ഹാങ്ങിങ് ലൈറ്റൊക്കെ കൊടുത്തിട്ട് മനോഹരമാക്കിയിട്ടുണ്ട്. ഇനി ഇവിടുത്തെ ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം. ബെഡ്റൂമിലേക്കുള്ള ഡോറാണിത്. താഴെ 2 ബെഡ്റൂമാണ് ഉള്ളത്. അത് പാരൻസ് റൂം എന്ന രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അതായത് ഒന്ന് അവളുടെ ഉമ്മാക്കും ഒന്ന് അവൻ്റെ ഉമ്മാക്കും, ആ ഒരു രീതിയിൽ കേട്ടോ. എന്തായാലും മാഷാ അല്ലാ അങ്ങനെ ഒരു മനസ്സ് എന്തായാലും തോന്നിയല്ലോ. അവർക്കായിട്ട് സെപ്പറേറ്റ് ചെയ്ത റൂം തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായത്. നല്ലൊരു കളർ തീമിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. കിങ് സൈസിലുള്ള കോട്ടും ഡബിൾ ഹൈറ്റിലുള്ള ബെഡുമാണ്. ഗ്ലോബൽ മെറ്റാലിക് ലെതറാണ് ബെഡിൻ്റെ ഹെഡ് ബോർഡിന് കൊടുത്തിട്ടുള്ളത്. അതുപോലെ സീലിങ്, വാൾഡ്രോപ്പ് എല്ലാം ഒരു വെറൈറ്റി ആയെന്ന് തന്നെ പറയാം. പിന്നെ ബെഡിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നല്ല അടിപൊളി മാറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ കംഫർട്ടൊക്കെ കണ്ട അതൊക്കെ വെറൈറ്റിയാണ്. അതുപോലെ തന്നെ നല്ല ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. സെൻട്രലായിട്ട് ഒരു കർട്ടനും അവിടെ സൈഡിൽ 2 സൈഡ് ബോക്സിൻ്റെ ഭാഗത്തായിട്ട് നല്ല ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നല്ല രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, എന്താ പറയുക, വീഡിയോയിൽ ഇതൊക്കെ എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് മനസ്സിലാവുന്നില്ല, പക്ഷേ നേരിട്ട് അതിനേക്കാളും അടിപൊളിയാണ് കേട്ടോ. പിന്നെ ബെഡ്റൂമിൽ എനിക്കൊന്ന് എടുത്തു പറയാൻ തോന്നിയത് ഈ ഒരു വാൾഡ്രോപ്പാണ്. അതായത് എന്താ പറയുക, ഒരു വെറൈറ്റി ആയിട്ട് തന്നെ തോന്നി. കുറേ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അവിടെ നിന്ന് പോയപ്പോൾ ഞാൻ ഇതുപോലത്തെ വാൾഡ്രോപ്പ് കണ്ടിട്ടില്ല. അതായത് ഇത് ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബിൾ ഗ്ലാസ് കൊടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ ക്ലോത്താണ് കൊടുത്തേക്കുന്നത്. കണ്ടോ, ആ ഒരു എന്താ പറയുക ത്രെഡ് വർക്ക് പോലത്തെ സംഭവമാണ്. പിന്നെ ഇതിൻ്റെ അകത്തും നല്ല സൗകര്യത്തോടു കൂടിയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടുത്തെ കേട്ടിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫുൾ ലെങ്ത്തിലുള്ള കേട്ടനാണ്. ഒരു അടിപൊളി കളർ കേട്ടോ, ഒരു വെറൈറ്റി കളറ്. അതിൻ്റെ അകത്തായിട്ട് വൈറ്റ് കളറിലുള്ള കേട്ടനും കൂടി കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഇമ്പോർട്ടഡ് ആയിട്ടാണ്. അതുപോലെ ബെഡിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് നല്ല ഭംഗിയുള്ളൊരു ചെയറും കൂടി ഇട്ടിട്ടുണ്ട്, കണ്ടില്ലേ. അതുപോലെ ഇവിടെയാണ് മിറർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഡ്രസ്സിങ് ഏരിയ ഒന്ന് കണ്ടു നോക്കാം. ഇവിടെ നല്ല വാഷ് ബേസും മിററും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, നല്ലോണം സ്റ്റോറേജ് സൗകര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ ഇതാണ് ബാത്റൂമിലേക്കുള്ള ഡോറ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ പറയുക, ബാത്റൂം അത്യാവശ്യം നല്ല സൗകര്യത്തോടെയാണ് ചെയ്തിട്ടുള്ളത്. അതായത് ബാത്തിങ്ങിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, ഗ്ലാസ് കൊണ്ട് പാർട്ടിഷൻ ചെയ്തിട്ട് ക്ലോസറ്റ് ഇപ്പുറം കൊടുത്തിട്ടുമുണ്ട്. ബാത്റൂമിൻ്റെ ടൈലിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വാളിന് കൊടുത്തിട്ടുള്ളത് ബ്രഷ്യ എന്ന് പറയുന്ന മാർബിൾ ഫിനിഷിങ്ങിലുള്ള ഒരു ടൈലാണ്. ഫ്ലോറിങ്ങിന് സാധാ ടൈൽ തന്നെയാണ്. ഇതിങ്ങനെ കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. നല്ലൊരു കളറല്ലേ. ഇനി നമുക്ക് മറ്റേ ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം. ഇതിപ്പോൾ ഈ ഒരു ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ തന്നെ ഹൈലൈറ്റ് ചെയ്യുന്നത് ആ ഒരു കംഫർട്ടാണ്. അത് നല്ലൊരു നേവി ബ്ലൂ കളറിൽ വെൽവെറ്റ് ടൈപ്പിലായിരുന്നു കേട്ടോ ഞാൻ കണ്ടത്. അതുപോലെ അവർ സൗദിയിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. അങ്ങനെ ഞാനതൊക്കെ ചോദിച്ചിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. അതുപോലെ ഇതൊരു വേറൊരു സ്റ്റൈലിലുള്ളൊരു സെറ്റിങ്സ് കണ്ടില്ലേ, ആ ഒരു ഹാങ്ങിങ് ലൈറ്റെല്ലാം വേറൊരു ടൈപ്പ്.
ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ ഡൈനിങ് ഏരിയ ആണ്. ഡൈനിങ് ഏരിയ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും അല്ലേ, അതിമനോഹരമായിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇവിടുത്തെ ലൈറ്റ് ആയാലും വാളിന് കൊടുത്ത ആ ഒരു ഡിസൈൻ ആയാലും അതുപോലെ ടേബിള് 8 സീറ്റോട് കൂടിയിട്ടുള്ള ഒരു കിഡിലൻ ടേബിൾ എന്ന് തന്നെ പറയാം. അതിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ചെയേഴ്സും ലൈറ്റും കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടഡ് ആണ്. പിന്നെ ടേബിളിൻ്റെ ടോപ്പിന് കൊടുത്തിട്ടുള്ളത് ഇറ്റാലിയൻ മാർബിൾ തന്നെ കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇനി ഡൈനിങ് ഏരിയയിൽ നിന്ന് ഇവിടെ ഒരു ഓപ്പൺ സ്പേസ് ഇട്ടിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് തന്നെയാണ് വാഷ് ഏരിയ സെറ്റ് ചെയ്തേക്കുന്നത്. അവിടെ നല്ല ഫുൾ ലെങ്ത്തിലുള്ള മിററാണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് താഴെ നിന്നും അതിൻ്റെ ആ ഒരു വ്യൂ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ നല്ല സ്റ്റോറേജ് സൗകര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ സീലിംഗ് ഈ ഒരു ഫിനിഷിങ്ങിലാണ് സീലിംഗ് കൊടുത്തേക്കുന്നത്. നല്ല വൈറ്റ് കളറിലുള്ള വാഷ് ബേസാണ് വെച്ചിട്ടുള്ളത്. അതുപോലെ ഇവിടെ ഒരു കോമൺ ബാത്റൂമും കൂടിയും നൽകിയിട്ടുണ്ട്. ഇനി ഇവിടുത്തെ ഫ്ലോറിങ്ങിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇറ്റാലിയൻ മാർബിളാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇതൊന്നും ഇതിൽ തന്നെ വരുന്ന ഡിസൈൻ അല്ല കേട്ടോ, വേറെ കളറിലുള്ള മാർബിൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഡിസൈൻ ചെയ്ത് വെച്ചതാണ്. മാഷാഅല്ലാഹ് അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ ഫാമിലി ലിവിങ് ഏരിയ ആണിത്. ഇവിടെ എന്താ പറയുക, ബ്രാസ് കട്ട് ചെയ്ത് വെച്ചിട്ട് ഈ ഒരു ഡിസൈനാക്കി എടുത്തിട്ടുണ്ട്. ഫാമിലിയിൽ ലിവിങ്ങിൽ വെച്ചിട്ടുള്ള ആ ഒരു സോഫയും കേട്ടനും ടീപ്പോയും എല്ലാം നല്ല വെറൈറ്റി ആയിട്ടുള്ളതാണ്. അതൊക്കെ ഇമ്പോർട്ടഡ് ഐറ്റം തന്നെയാണ്. ഇവിടെ ഇൻറ്റീരിയറൊക്കെ ചെയ്തിട്ടുള്ളത് കോഴിക്കോടുള്ള ഇസ്ര ആർക്കിടെക്റ്റാണ്. അപ്പോൾ പിന്നെ വീട്ടുടമസ്ഥർക്ക് അവരെപ്പറ്റി ഭയങ്കര മതിപ്പാണ് കേട്ടോ. പറയുമ്പോൾ തന്നെ ഇങ്ങനെ എന്താ പറയുക, എല്ലാ കാര്യത്തിനും നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവർ സാധനമൊക്കെ എടുക്കാൻ പോകുമ്പോഴെല്ലാം അവരും കൂടെ പോയി അതിനനുസരിച്ചിട്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ടതിന്. അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ഇത് സ്റ്റഡി ഏരിയ ആണ്. ഇത് കിച്ചണിന് നോക്കുമ്പോൾ തന്നെ നമുക്ക് കുട്ടികളെ കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെ സെറ്റ് ചെയ്യണമെന്ന് ഇവർ പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണെന്ന്. അതെനിക്ക് നല്ലൊരു കാര്യമായിട്ട് തോന്നി. കാരണം കുട്ടികൾക്ക് പഠിക്കുന്ന സംഭവം കുറേ ദൂരെയൊക്കെ ആണെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഒന്ന് എത്തി നോക്കണം എന്ന് വെച്ചാൽ പറ്റില്ലല്ലോ. അപ്പോൾ ഇത് നല്ലൊരു ഐഡിയ ആയിട്ട് തോന്നിയിട്ടാണ്. നല്ല ഷെൽഫും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് സ്റ്റെയർ കേസിൻ്റെ ഏരിയ. ഈ സ്റ്റെയറിൻ്റെ അടിഭാഗത്തായിട്ട് ഇതാ നല്ല രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. അതായത് ഒരു ഭാഗവും ഇവർ വെറുതെ ആക്കിയിട്ടില്ല, എല്ലാ ഭാഗത്തും നമുക്ക് ഷോ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. സ്റ്റെയർ കേസിൻ്റെ അടുത്ത് ഡബിൾ ഹൈറ്റിലാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ സ്റ്റെയറിൻ്റെ ഹാൻഡ് റെയിൽ വന്നിട്ട് MS ലോഡിങ് യൂസ് ചെയ്തിട്ട് അതിൽ ബ്രാസ് ഫിനിഷിങ്ങിലുള്ള കോട്ടിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ഹാൻഡിലായിട്ട് ഇറ്റാലിയൻ മാർബിൾ തന്നെ കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇനി ഈ ഒരു വീടിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് ചെയ്യുന്ന ഭാഗം എന്ന് പറയുന്നത് ഈ സ്റ്റെയറിൻ്റെ അടുത്തുള്ള ഒരു വാളിൻ്റെ ഡിസൈനാണ്. അത് ഇറ്റാലിയൻ മാർബിൾ തന്നെ വെച്ചിട്ട് അവിടെ ബ്രാസ് കട്ട് ചെയ്ത് വെച്ച് കൊടുത്തതാണ്. നല്ലൊരു എന്താ പറയുക, തിളക്കം എന്ന് പറയില്ലേ, അതുപോലെ ഭയങ്കര രസമുള്ള കളർ വന്നിട്ടോ. ലൈറ്റിങ്ങിൽ ഇങ്ങനെ തിളങ്ങുന്നുണ്ടായിനോ. മാഷാഅല്ലാഹ്. വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അതുപോലെ സ്റ്റെയർ കേസിൻ്റെ സ്റ്റെപ്സിനൊക്കെ വുഡൻ ഫിനിഷിങ്ങിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്.
ഇവിടെ സെൻട്രലായിട്ട് കൊടുത്തിട്ടുള്ള ഈ ഒരു ലൈറ്റ് ഉണ്ടല്ലോ, അത് ഒന്നുകൂടി മൊത്തത്തിലൊന്ന് തിളക്കം കൂട്ടുന്നുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടാണ്. നല്ല ഭംഗിയുള്ളൊരു ലൈറ്റാണ്. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതുപോലെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറുമ്പോൾ നല്ല വിശാലമായിട്ടുള്ളൊരു ഹാള്. ഇവിടെ നല്ലൊരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല കളറിലുള്ളൊരു സോഫയാണ് അവിടെ കൊടുത്തേക്കുന്നത്. അതുപോലെ ഇവിടുത്തെ ഫ്ലോറിങ്ങും ഇറ്റാലിയൻ മാർബിൾ തന്നെയാണ്. ഇവിടെ സോഫ ഇട്ട ഈ ഒരു ഏരിയയിൽ വുഡൻ ഫിനിഷിങ്ങിലാണ് പിന്നെ ഫ്ലോറിങ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ നല്ല ഭംഗിയുള്ള ടീപ്പോയി, നല്ല കളറിലുള്ള സോഫയും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് താഴത്തെ ലിവിങ് ഹാളിലേക്ക് കിട്ടുന്ന ആ ഒരു വ്യൂ ആണ് കേട്ടോ ഇത്. ഇനി ഇതാ ഹാളിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇവിടെ ഒരു തിയേറ്റർ ഹാൾ കൊടുത്തിട്ടുണ്ട്. ഫുൾ ലെങ്ത്തിലുള്ള കേർട്ടനും നല്ല റിക്ലൈൻ സോഫയൊക്കെ കൊടുത്തിട്ട്, അതുപോലെ ഇവിടെ ഫ്ലോറിങ്ങിന് വുഡൻ ഫിനിഷിങ്ങിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. ഇനി തിയേറ്റർ ഹാളിൽ നിന്ന് ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട് പുറത്തേക്ക്. അവിടെ വലിയൊരു സ്റ്റെപ്പ് കണ്ടില്ലേ, നല്ല നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ കുത്തനെയുള്ള ഒരു ഏണി തന്നെ വേണമെങ്കിൽ പറയാം. ഇവിടെ ഒരു യൂട്ടിലിറ്റി ഏരിയ ആണ്. അത്യാവശ്യം കുറേ ആൾക്കാർക്ക് നിസ്കരിക്കാനൊക്കെ ഉള്ളൊരു ഏരിയ ആക്കിയിട്ട് മാറ്റാം. ഇത് കണ്ടില്ലേ, നല്ല വിശാലമായിട്ടുള്ളൊരു ഏരിയ ആണ്. ഇവിടെ വെള്ളം കൊടുക്കാനുള്ള സംവിധാനമൊക്കെ കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ സെറ്റ് ചെയ്യുകയും ചെയ്യാം. ഇനി നമുക്ക് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇത് താഴത്തെ റൂമിനെ അപേക്ഷിച്ചിട്ട് കുറച്ച് വലുപ്പം കൂടിയിട്ടുള്ളൊരു റൂമാണ്. സൈസ് പറയാമെന്നുണ്ടെങ്കിൽ 550 570 ആണ്. നല്ല ഭംഗിയിലാണ് ഈ ഒരു റൂം സെറ്റ് ചെയ്തേക്കുന്നത്. ഇതിപ്പോൾ ഞാൻ പറയാണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ അല്ലേ. ഈ ഒരു റൂമിൽ നിന്ന് ചെറിയൊരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഞാനിതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കൂടുതൽ പറയാത്തത് നിങ്ങളെ ബോറടിപ്പിക്കേണ്ട വിചാരിച്ചിട്ടാണ്. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. എന്തായാലും അതിന് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. ഇത് ഒരു ഡ്രസ്സിങ് ഏരിയ താഴത്തെല്ലാം കണ്ട ആ ഒരു സ്റ്റൈലിൽ തന്നെയാണ്. കുറച്ചും കൂടി വിശാലമായിട്ടാണ് ഇവിടുത്തെ ബാത്റൂം കാര്യങ്ങളൊക്കെ ഉള്ളത് എന്ന് മാത്രം. ബാത്റൂമിലേക്ക് ആക്സസറീസും കാര്യങ്ങളൊക്കെ ഗ്രൂഹയുടെയാണ്. അതുപോലെ ഇനി നമുക്ക് ഇവിടുത്തെ മറ്റൊരു ബെഡ്റൂം കണ്ടുനോക്കാം.
ഇനി ഇതാ ഇവിടെ ഒരു റൂമും കൂടിയും കൊടുത്തിട്ടുണ്ട്. തൽക്കാലം ഇപ്പോൾ ഇവർ ഫർണിച്ചറും കാര്യങ്ങളൊന്നും ഇവിടെ സെറ്റ് ചെയ്തിട്ടില്ല, അങ്ങനെ ഫ്രീ ആക്കി വിടുകയാണ് ചെയ്തിട്ടുള്ളത്. ഫുൾ ലെങ്ത്തിലുള്ള കേർട്ടനൊക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ കേർട്ടൻ്റെ കാര്യം ഒന്ന് പറയാമെന്നുണ്ടെങ്കിൽ ഇവർ എന്താ പറയുക, ദുബായിൽ നിന്ന് തന്നെ സ്റ്റിച്ച് ചെയ്ത് അവർ തന്നെ ഇവിടെ വന്ന് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നല്ലൊരു കളറും നല്ല ഫിനിഷിംഗ് ഉള്ള ക്ലോത്തും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് തന്നെ. അതുപോലെ ഇനി ഇത് നമുക്ക് സിറ്റ് ഔട്ടിലേക്കുള്ള ഡോറാണിത്. അത്യാവശ്യം നല്ല സ്പേഷ്യസോട് കൂടിയിട്ടുള്ളൊരു സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ടിൻ്റെ 2 സൈഡിലായിട്ടും നമുക്കിങ്ങനെ ഇരിക്കാനുള്ളൊരു ഇരുത്തി കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതാണ് കേട്ടോ ഞാൻ പറയുന്നത്. നല്ല രസമല്ലേ ഇങ്ങനെ രാത്രിയത്തെ വ്യൂ ആണിത്. നല്ല രസം ഇങ്ങനെ പുറത്തിരുന്ന് ആസ്വദിക്കാൻ. നല്ലൊരു ഊഞ്ഞാലും കൂടിയും കൊടുത്തിട്ടുണ്ട്. അതുപോലെ മെയിൻ ഡോറിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് കണ്ട മാഷാ അല്ലാഹ് എന്ന് എഴുതിയിട്ടുള്ളത്, അത് നല്ല രസമുണ്ടായിരുന്നു. പുറത്തും ഇങ്ങനെ വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ ഇപ്പോൾ തന്നെ നല്ല ലെങ്ത്താണ്, അതുകൊണ്ട് തന്നെ ഞാൻ കിച്ചണും വർക്ക് ഏരിയയും ഇപ്പം കാണിക്കുന്നില്ല, അത് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ എന്താ പറയുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ജസ്ബീസ് കിച്ചൺ എന്ന എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.